എല്ലാവർക്കും ദൈവത്തിന്റെ ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരോഗ്യവീതി യൂട്യൂബ് ചാനലിൽ നമ്മോടൊപ്പം ഇന്നൊരു അതിഥിയുണ്ട്. എന്താണ് പേര്? ഐഷ ബീവി. വീട് എവിടെയാണ്? കോഴിക്കോട്. ഇവിടെ അടുത്ത് തന്നെയാണ് അല്ലേ? ഇവിടെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തായിട്ട് വരും അല്ലേ ഈ സ്ഥലം? അതെ. എന്താണ് വിശേഷം? കാലിന്റെ വേദന ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര നാളായി അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്? 2 വർഷത്തോളായി. 2 വർഷമായി അല്ലേ? എന്താണ് അക്യുപഞ്ചറിൽ വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നല്ല മാറ്റമുണ്ട്. വേദനക്കൊക്കെ നല്ല കുറവുണ്ട്. കുറെ മെഡിസിൻ ഒക്കെ കഴിച്ചിട്ടൊന്നും മാറ്റില്ലായിരുന്നു. വലിയ ഡോക്ടർമാരും കാണിച്ചിട്ടുണ്ടായിരുന്നു കാല് വേദനയൊക്കെ. ഇവിടെ വന്നതിന് ശേഷം ഗുളികകളൊക്കെ നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രഷർ, നെഞ്ഞി വേദന ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അതിനൊക്കെ ഗുളിക കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിർത്താൻ പറഞ്ഞു. ഇങ്ങനെ 2 വർഷമായിട്ടൊക്കെ നിർത്തിയിട്ടുണ്ട്. എത്ര നാള് കഴിച്ചിട്ടുണ്ടാവും പ്രഷറിന്റെ? പ്രഷറിന്റെ ഒരു 10-20 കൊല്ലം പോലെ കഴിച്ചിട്ടുണ്ടാവും. 20 കൊല്ലം പ്രഷറിന്റെ ഗുളിക ഏകദേശം അത്രയൊക്കെ ആയിട്ടുണ്ടാവും. അതിന് മുൻപേ കഴിക്കും. നെഞ്ഞുവേദന വരുന്ന മുൻപേ കഴിക്കലുണ്ട്. അങ്ങനെ പ്രഷറിന്റെ ഗുളിക 20 കൊല്ലം കഴിച്ചിട്ട് എന്തെങ്കിലും നല്ല മാറ്റമാണ് ഉണ്ടായത്, മോശം മാറ്റമാണ് ഉണ്ടായത്? എന്താണ്? അങ്ങനെ തന്നെ ഉണ്ട്. കുറയും കൂടും കുറയും കൂടും കുറയും കൂടും. ആരോഗ്യ പ്രശ്നങ്ങള്, മേലുവേദന, കാൽവേദന അല്ലേ? തലവേദന. ഇപ്പൊ എത്ര നാളായി അക്യുപഞ്ചർ ചെയ്തിട്ട്? ചെയ്തിട്ട് ഒരു 2-3 മാസമായി. കണക്ക് ചെയ്ത് കഴിഞ്ഞു. 2 കൊല്ലമായിട്ട് മരുന്നില്ല? മരുന്ന് കഴിക്കുന്നില്ല. 2 കൊല്ലമായിട്ട് മരുന്ന് കഴിക്കില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കും എന്താ ചെയ്യുന്നതൊക്കെ ഒരു പറഞ്ഞു തരും. അങ്ങനെ പോകും. ഓപ്പറേഷനുകൾ എന്തെങ്കിലും നിർദ്ദേശിച്ചിരുന്നോ? അത് ഹെർണിയ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ വേണമെന്നില്ലാന്ന് ആ ഡോക്ടർ പറഞ്ഞത്. ചെറുതായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്താല് പോയത് പറഞ്ഞു. അങ്ങനെ അത് ചെറുതായിട്ടൊക്കെ വേദന ഇപ്പോഴും ഉണ്ട്. അതായാലും ഈ അക്യുപഞ്ചറിന് മുമ്പുള്ള അവസ്ഥയും ശേഷമുള്ള അവസ്ഥ എന്താണ്? ശേഷമുള്ള അവസ്ഥ എന്ന് പറഞ്ഞാല് മരുന്നുകളൊന്നും ഇല്ലാതെ ഒരു സമാധാനം ഉണ്ട്. മനസ്സമാധാനം ഉണ്ട് അല്ലേ? പൊതുവെ എല്ലാവരും പറയുന്ന കാര്യമാണ്, രോഗഭയം ഉണ്ടാവൂല എന്ന് പറയും അല്ലേ? ഒരു വിശ്വാസം, ഒരു ആത്മവിശ്വാസവും അല്ലേ? ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതൊക്കെ വലിയ അനുഗ്രഹമല്ലേ? വെയിറ്റ് ഒക്കെ കുറഞ്ഞു. രാത്രി ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് നല്ല വെയിറ്റ്. ഉറങ്ങാനും ഉറക്കത്തിന് എഴുന്നേക്കാനൊക്കെ നല്ല ഉന്മേഷം. എന്തായാലും BP അതൊരു അസുഖമല്ല എന്ന് മനസ്സിലായി അല്ലേ? അതിന് കഴിക്കുന്നത് മരുന്നുമല്ല എന്ന് ബോധ്യപ്പെട്ടു. ഏകദേശം 20 വർഷക്കാലം BP-യുടെ മരുന്ന് കഴിച്ചിട്ട് ശാരീരിക ബുദ്ധിമുട്ടുകളും വേദനകളൊക്കെ അനുഭവിച്ച വ്യക്തിയാണ്. ഇപ്പൊ 2 വർഷമായിട്ട് മരുന്നുകളൊന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ടുള്ള ജീവിതം ആസ്വദിക്കുമ്പോൾ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് അല്ലെ, മനസ്സമാധാനത്തോടു കൂടി മരുന്നുകളൊന്നും ഇല്ലാതെ ജീവിക്കുകയാണ്. ഇതുപോലെ എല്ലാവർക്കും സ്വസ്ഥമായിട്ടുള്ള, അതെ, ചൂഷണ ചങ്ങലകളില്ലാത്ത, പിന്നെ മരുന്നുകളില്ലാത്ത, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ, ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനൊക്കെ സാധിക്കുന്ന വിധത്തിൽ ജീവിതം മാറട്ടെ എന്ന്, അക്യുപഞ്ചർ ചികിത്സ അതിനൊരു വഴിയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.